പലരും നമ്മളുടെ എന്താ പറയുക ജസ്റ്റ് കാണുമ്പോൾ ഞാൻ ഡോക്ടർ വീഡിയോ ഒക്കെ കാണാറുണ്ട് നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്ന ഇവരുടെ സ്കിൻ കളർ എങ്ങനെയാ, മുടി എങ്ങനെയാ, അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചു പോകും. അതെ. കണ്ടതിൽ ഭൂരിഭാഗം ആൾക്കാരിൽ അയനില്ല, ഇരുമ്പ് സത്ത് ഇല്ല. അപ്പൊ അയനില്ലെങ്കിൽ ഒത്തിരി പ്രശ്നം, ഫുള്ള് വെള്ളറും, ക്ഷീണം വരും, ഉറക്കം ക്ലിയർ ആകത്തില്ല, ബ്ലീഡിങ് പ്രശ്നം തുടങ്ങും, പല 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 പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ നോക്കുമ്പോൾ ഇവർക്ക് ഭക്ഷണമില്ലാത്ത വീട്ടിൽ നിന്നുള്ളവരല്ല, അതൊക്കെ കഴിക്കുന്നവരാണ്, പക്ഷെ വേണമെന്ന കാര്യങ്ങളില്ല. അപ്പൊ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുമ്പോൾ അവരവരുടെ കാര്യങ്ങളിൽ കൂടെ ചെയ്തില്ലെങ്കിൽ നാളെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പോലുള്ള ആരോഗ്യം പോലും കാണില്ല. ഇല്ല. അപ്പം അതാണ് നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത്. അതായത് ആദ്യം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് അവർ ഒന്ന് തലയൊന്ന് നേരെ നിന്ന് പണിയെടുക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അളവിലേക്ക് വന്ന് നിൽക്കുന്ന ഇതാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ എയർ ക്രാഷ് ആകുന്ന സമയങ്ങളിൽ പറയാറുണ്ട്, ആദ്യം ഇത് പറയാറില്ലേ, നമ്മൾ സീറ്റ് ബെൽറ്റ് ഇങ്ങനെ വെക്കണം, മാസ്ക് ഇങ്ങനെ വെക്കണം, ഇത് ഇങ്ങനെ വെക്കണം എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അതിനകത്ത് പറയുന്ന മെയിൻ കാര്യമുണ്ട്, ആദ്യം നമ്മളാണ് ഈ ഓക്സിജൻ മാസ്ക് വെക്കേണ്ടത്, എന്നിട്ടേ അടുത്തുള്ളവർക്ക് വെക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ അടുത്തുള്ളവർ വെക്കാൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഓക്സിജൻ കിട്ടത്തില്ല. അപ്പൊ ഇവരായിരിക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത്, ബാക്കിയുള്ളവരെ ഇവർക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഇതേപോലാണ് ഒരു വീട്ടിൽ ആദ്യം ചെയ്യേണ്ടത്, അവിടെ ഭൂരിഭാഗം പണിയെടുക്കുന്ന ആള്, ഭൂരിഭാഗം ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ആദ്യം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്നിട്ടേ മറ്റുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഒരമ്മയ്ക്ക് എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കേണ്ടത്, ഏതൊക്കെയാണ് പോഷകങ്ങൾ, ആർക്കൊക്കെ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവരെല്ലാവർക്കും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാര്യമേ ഇവിടെ അറിയത്തില്ല, അതിനുവേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, സ്വയമേ ഒന്നും ചെയ്തിട്ടുമില്ല. അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ ടോട്ടൽ ആ വീടിന്റെ ഹെൽത്ത് തന്നെ മോശമായി പോകും. അതുകൊണ്ട് ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് അവനവന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒന്ന് ആരോഗ്യത്തോടെ നിൽക്കുക. എന്നിട്ട് ഭർത്താവിന്റെ കാര്യമോ മക്കളുടെ കാര്യമോ വീട്ടുകാരുടെ കാര്യമോ എല്ലാം ഓക്കെ. കാരണം എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. നമ്മളെ വിട്ടിട്ട് അങ്ങോട്ട് മാത്രം ചെയ്യുന്ന രീതിയിൽ നിന്ന് ഒന്ന് മാറണം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം രീതികളൊക്കെ മാറി, എല്ലാം എന്താ പറയാ അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല.